ഹായ് ഫ്രണ്ട്സ്, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഒന്ന് കാലിയായി കാണുമ്പോഴാണ് അമ്മമാർക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അതിന് പറ്റിയ ഒരു നല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു പട്ടാണി റൈസ് അല്ലെങ്കിൽ മട്ടർ റൈസാണ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതിനുള്ള ചേരുവകളാണ്: ആദ്യം ബാസ്മതി റൈസാണിത്. ഇതൊരു 3/4 ഗ്ലാസ് ബാസ്മതി റൈസ് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു 10 to 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് പട്ടാണി. പച്ച പട്ടാണിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഇത് നാട്ടിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് കണ്ടാൽ ഒരു പയറ് പോലെ ഇരിക്കും. നമ്മളിത് ഇതുപോലെ ഓപ്പൺ ആക്കി നോക്കിയാൽ അതിൻ്റെ സീഡ്സ്, പച്ചപ്പട്ടാണി ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇത് ഭയങ്കര ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, ഒരു വെറൈറ്റിയുമാണ്. പിള്ളേർക്കൊക്കെ എപ്പോഴും ഒന്ന് തന്നെ കഴിക്കുമ്പോൾ മടുപ്പ് തോന്നില്ലേ, അപ്പോൾ ഇത് നല്ല ഇഷ്ടപ്പെടും. പിന്നെ സവാള, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് മല്ലിയില, പൊടികളായിട്ട് വേറെ ഒന്നുമില്ല, ഉപ്പും കുരുമുളക് പൊടിയും. എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ലാസ്റ്റിൽ ഇച്ചിരി നെയ്യ് ആഡ് ചെയ്യും ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുതിർത്ത് വെച്ച ബാസ്മതി റൈസ് നമുക്ക് ഈ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 3/4 ഗ്ലാസ് ബാസ്മതി റൈസിന് ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുക. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ അതാണ് ഒഴിക്കുന്നത്. അരി തമ്മിൽ ഒട്ടാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുക്കർ അടിച്ചു വെച്ചിട്ട് നമുക്ക് ഒരേ ഒരു വിസിൽ മതി കേട്ടോ, അത്രേ വേണ്ടൂ ഇതിൻ്റെ വേവ്. ഒരു വിസിൽ വരെ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പച്ചപ്പട്ടാണി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഉണക്കപ്പട്ടാണി മേടിക്കാൻ കിട്ടും. ഉണക്കപ്പട്ടാണി മേടിച്ചിട്ട് നിങ്ങൾ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാൽ മതി, രാവിലത്തേക്ക് അത് സോഫ്റ്റ് ആവും. അപ്പോൾ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഒരു കട്ടി പാൻ എടുത്തിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അധികം ബ്രൗൺ ആവോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ആ പച്ച മണം പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അത് ആഡ് ചെയ്യാം. സവാളയും നമ്മൾ ജസ്റ്റ് ഹാഫ് എടുത്തിട്ടുള്ളൂ, ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ചേ ആക്കുന്നുള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ സവാള ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഇച്ചിരി ഉപ്പിട്ട് വഴറ്റിയാൽ മതി. അതിനകത്തേക്ക് ഈ പച്ചപ്പട്ടാണി നമ്മൾ ആഡ് ചെയ്യാം. പച്ചപ്പട്ടാണി ഒന്ന് നന്നായി കുക്കാവണം. അതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ തന്നെ അത് നന്നായി വെന്ത് വരും. ഈ സ്വീറ്റ് കോണൊക്കെ നമ്മൾ ചൂടാക്കുമ്പോൾ കാണാറില്ലേ, ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ലേ, അതുപോലെയാണ് ഈ പട്ടാണി പയർ ചൂടാവുമ്പോൾ അങ്ങനെ പൊട്ടാൻ തുടങ്ങും പാനിന്. അത് കണ്ടാൽ നമുക്കതിൻ്റെ വേവ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ചോറ്, വേവിച്ച ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യണം. വളരെ സിമ്പിളാണ് കണ്ടോ, എത്ര പെട്ടെന്നായി. അപ്പോൾ നമ്മൾ ഈവനായിട്ട് ചോറിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പും നമ്മൾ എടുത്തു വെച്ച കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുമ്പോൾ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിഫിനിലേക്ക് കൊടുക്കുമ്പോൾ വെറും കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് ഞാൻ ഇച്ചിരി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയിലയും നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈവനായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ഡിഷ് പോലെ നമുക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു നല്ല വ്യത്യാസമുള്ള ഒരു ഡിഷും ഭയങ്കര ടേസ്റ്റിയുമാണ്, സിമ്പിളുമാണ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യ് ഇടുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ നെയ്യ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ടിഫിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ കുട്ടികൾ സന്തോഷമായിട്ട് ടിഫിൻ എല്ലാം കാലിയാക്കിയിട്ട് വരും. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്